പ്രപഞ്ചം ഒരു മഹാവിസ്മയമാണ്. അതിനെ മനസ്സിലാക്കാൻ കാലങ്ങളായി മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ടുള്ള മനുഷ്യരുടെ ശാസ്ത്ര ഗവേഷണത്തിലൂടെ ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന്റെ സത്യാന്വേഷണ സ്വഭാവം കാരണം ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുമ്പോൾ അവിടെ ഒരു കൂട്ടം പുതിയ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വീണ്ടും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പുതിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള പ്രയാണത്തിനിടയിൽ അതിനുവേണ്ടി നമ്മൾ പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തും. ഇത്തരം സിദ്ധാന്തങ്ങളിൽ ഭൂരിഭാഗവും പിന്നീട് ശാസ്ത്ര ഗവേഷണങ്ങൾ മെച്ചപ്പെടുന്ന സമയത്തിൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെടാറുണ്ട്. എന്നാൽ ചില സിദ്ധാന്തങ്ങൾ തികച്ചും നിഗൂഢമായിരിക്കും. അവ തെറ്റാണെന്ന് തെളിയിക്കാനും ശരിയാണെന്ന് തെളിയിക്കാനും വളരെ പ്രയാസമായിരിക്കും. അത്തരത്തിലുള്ള തികച്ചും വിചിത്രമായതും ശാസ്ത്രലോകത്തിനെ മുഴുവൻ ആശയക്കുഴപ്പത്തിലാക്കുന്നതുമായ ചില പ്രപഞ്ച സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ വസ്തുക്കളുടെ പട്ടികയിൽ തീർച്ചയായും ഭൂരിഭാഗം പേരും ആദ്യം സങ്കല്പിക്കുന്നത് ബ്ലാക്ക് ഹോൾസിനെ ആയിരിക്കും. നമ്മൾ പ്രപഞ്ചത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സകല അറിവുകളും ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസോണിൽ അവസാനിക്കുകയാണ്. ഭൗതിക ശാസ്ത്രത്തിലെ നിയമങ്ങൾ പോലും ഇവന്റ് ഹൊറൈസോൺ കടക്കുന്നതോടെ തകർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോൾസിന്റെ ഉള്ളിൽ എന്താണുള്ളതെന്നും നമുക്കറിയില്ല. എന്നാൽ ബ്ലാക്ക് ഹോൾസുമായി ബന്ധപ്പെട്ട ധാരാളം സിദ്ധാന്തങ്ങൾക്ക് നമ്മൾ രൂപം നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് ബ്ലാക്ക് ഹോൾ യൂണിവേഴ്സ്. ഒരുപക്ഷെ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ മറ്റൊരു ചെറിയ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടായിരിക്കുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. 1933 ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ രാജ്കുമാർ പത്രിയയാണ് ഈ സിദ്ധാന്തം ആദ്യമായിട്ട് ഉന്നയിച്ചത്. ബ്ലാക്ക് ഹോൾസിന്റെ ഉള്ളിൽ ചെറിയ പ്രപഞ്ചങ്ങളാണുള്ളതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രപഞ്ചവും യഥാർത്ഥത്തിൽ മറ്റൊരു വലിയ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പ്രപഞ്ചം രൂപം കൊള്ളുന്നതിന് മുന്നേ പ്രപഞ്ചം മുഴുവൻ ഒരു സിംഗുലാരിറ്റിയിലായിരുന്നുവെന്നാണ് കരുതുന്നത്. അനന്തമായ സാന്ദ്രതയുള്ളതും എന്നാൽ ഒരൊറ്റ ഡയമെൻഷനിൽ ഒതുങ്ങുന്നതുമായ ഒരു പോയിന്റാണ് സിംഗുലാരിറ്റി. ബ്ലാക്ക് ഹോൾസിന്റെ മധ്യഭാഗത്തിലും ഒരു സിംഗുലാരിറ്റി ഉണ്ടെന്നാണ് നിഗമനം. അങ്ങനെയെങ്കിൽ സിംഗുലാരിറ്റിയിൽ നിന്ന് നമ്മുടെ പ്രപഞ്ചമുണ്ടായതുപോലെ ബ്ലാക്ക് ഹോൾസിന്റെ ഉള്ളിലും അവയിലെ സിംഗുലാരിറ്റിയിൽ നിന്നും പ്രപഞ്ചം രൂപം കൊണ്ടിട്ടുണ്ടായിരിക്കും. പ്രപഞ്ചം വികസിക്കുന്നതായിട്ട് തോന്നുന്നത് ചിലപ്പോൾ ബ്ലാക്ക് ഹോൾ വലിപ്പം വയ്ക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ നമ്മൾ കാണുന്ന ഓരോ ബ്ലാക്ക് ഹോളിലും പുതിയ പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളും ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലായിരിക്കും. മനുഷ്യരാശി ബഹിരാകാശത്തിലേക്ക് റേഡിയോ സിഗ്നലുകൾ അയക്കാൻ തുടങ്ങിയിട്ട് പല ദശകങ്ങളായി. എന്നുവെച്ചാൽ അതെല്ലാം അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടി അയക്കുന്ന സിഗ്നൽസ് ആണെന്നല്ല. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം സിഗ്നൽസും തീരെ ഫ്രീക്വൻസി കുറഞ്ഞതോ അല്ലെങ്കിൽ തീരെ ശക്തി കുറഞ്ഞതോ ആയ സിഗ്നൽസ് ആണ്. അത്തരം സിഗ്നലുകൾക്ക് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം കടന്നു പോകാനാകില്ല. പക്ഷേ ചില സിഗ്നൽസ് അന്തരീക്ഷം കടന്ന് ബഹിരാകാശത്തിലേക്ക് പോകാൻ മാത്രം ശക്തമായവയാണ്. 1936 അതായത് ഏകദേശം ഒരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒളിമ്പിക് ഗെയിംസിന്റെ ഓപ്പണിംഗ് സെറിമണി 41 രാജ്യങ്ങളിൽ വരെ എത്താൻ തക്ക വിധത്തിലാണ് ടെലികാസ്റ്റ് ചെയ്തത്. ഈ സെറിമണിയിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഒരു ഭാഷണവും ഉണ്ടായിരുന്നു. അന്തരീക്ഷം കടന്ന് ബഹിരാകാശത്തിലെത്താൻ ശക്തിയുള്ള ആദ്യത്തെ സിഗ്നൽ ഇതായിരുന്നുവെന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ ഈ സിഗ്നലിനെ ഒരുപാട് പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഒരു അന്യഗ്രഹ ജീവി സമൂഹം ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സിഗ്നൽ തീരെ ദുർബലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏലിയൻസിന് ഈ സിഗ്നൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചാലും അത് വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ രൂപത്തിലോ ആക്കി മാറ്റാൻ പറ്റില്ല. എങ്കിലും അതെന്തോ ഒരു തരം ടെക്നോളജിയിൽ നിന്നും വന്ന സിഗ്നലാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ഏലിയൻസുമായി ബന്ധപ്പെട്ടത് ഒരുപക്ഷെ ഹിറ്റ്ലർ ആയിരിക്കാം. പ്രപഞ്ചത്തിന്റെ ആരംഭം എങ്ങനെയാണെന്ന ചോദ്യം പോലെ എല്ലാത്തിൻ്റെയും അവസാനം എങ്ങനെയായിരിക്കുമെന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് പ്രപഞ്ചം നശിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്നാൽ സാധ്യതയുള്ള ചില സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹീറ്റ് ഡെത്ത്. തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിൽ നിന്നുമാണ് ഈ സിദ്ധാന്തം ഉത്ഭവിക്കുന്നത്. അതായത് വളരെ നിസ്സാരമായ രീതിയിൽ പറഞ്ഞാൽ ഊർജം എല്ലായിടത്തും ഒരേ അളവിലായിരിക്കണമെന്നാണ് എൻട്രോപ്പി പറയുന്നത്.
ഊർജം എല്ലായിടത്തും ഒരേപോലെയാണെങ്കിൽ അവിടെ എൻട്രോപ്പി കൂടുതലാണെന്നും ഒരേപോലെ അല്ല എങ്കിൽ അവിടെ എൻട്രോപ്പി കുറവാണെന്നും പറയാം. നിയമമനുസരിച്ച് എൻട്രോപ്പി ഒരിക്കലും കുറയില്ല, പകരം അതെപ്പോഴും കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ എൻട്രോപ്പിയും ഒരിക്കൽ പരമാവധിയാകും. അതിനോടൊപ്പം പ്രപഞ്ചം എപ്പോഴും നിരന്തരമായി വികസിക്കുകയും കൂടെ ചെയ്യുന്നു എന്ന വസ്തുതയും കൂടെ പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഊർജം വ്യാപിക്കേണ്ട ദൂരവും എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഇനിയും കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ചത്തിൽ ലഭ്യമായ ഊർജമെല്ലാം പരമാവധി വ്യാപിക്കും. അതായത് എൻട്രോപ്പി പരമാവധിയാകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും കണികകളുടെയും മുഴുവൻ ഊർജവും ഒരിക്കൽ പൂർണ്ണമായും നഷ്ടമാകും. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ അബ്സല്യൂട്ട് സീറോ താപനിലയിലെത്തും. അങ്ങനെ പ്രപഞ്ചം അവസാനിക്കും. ഈ സിദ്ധാന്തത്തിന് പുറമെ മറ്റൊരു സിദ്ധാന്തത്തിനും വളരെയേറെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതാണ് ദി ബിഗ് റിപ്പ്. പ്രപഞ്ചം എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, ഈ വികസിക്കുന്ന വേഗത എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയും കൂടെയാണ്. അങ്ങനെയെങ്കിൽ ഇനിയും കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരിക്കൽ ഈ വികാസ വേഗത അനന്തമാകും. അന്ന് പ്രപഞ്ചത്തിലെ സകലവും താനോസിനെ പോലെ പൊടിഞ്ഞു പോകും. ആദ്യം ഗാലക്സികളെല്ലാം തകരും, പിന്നെ നക്ഷത്രവ്യൂഹങ്ങളെല്ലാം വേർപിരിയും, ഒടുവിൽ ഗ്രഹങ്ങളും പൊടിഞ്ഞു പോകും. വസ്തുക്കളും പദാർത്ഥങ്ങളും മാത്രമല്ല, അവയെല്ലാം നിർമ്മിതമായിരിക്കുന്ന ചെറു കണികകൾ വരെ പ്രപഞ്ച വികാസത്തിന്റെ ശക്തി കാരണം വേർപിരിഞ്ഞു പോകും. ഈ രണ്ട് സിദ്ധാന്തങ്ങളിൽ ഏതാണ് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ബ്ലാക്ക് ഹോൾസുമായി ബന്ധപ്പെട്ട മറ്റൊരു സിദ്ധാന്തമാണ് ദി ഹോളോഗ്രാഫിക് യൂണിവേഴ്സ്. നമ്മൾ കാണുന്ന പ്രപഞ്ചം ഒരുപക്ഷെ ഒരു ഹോളോഗ്രാം മാത്രമായിരിക്കുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഒരു 3 ഡയമെൻഷണൽ വസ്തുവിനെ അതിന്റെ 3 ഡയമെൻഷൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു 2 ഡയമെൻഷണൽ പ്രതലത്തിലൂടെ ചിത്രീകരിക്കുന്നതിനെയാണ് ഹോളോഗ്രാം എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിന് 3 സ്പേഷ്യൽ ഡയമെൻഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് നീളം, വീതി, ആഴം. എന്നാൽ 3 ഡയമെൻഷൻസിനു പകരം നമ്മുടെ പ്രപഞ്ചത്തിൽ വെറും 2 ഡയമെൻഷൻസ് മാത്രമേ ഉള്ളൂവെന്നാണ് ഹോളോഗ്രാഫിക് യൂണിവേഴ്സ് സിദ്ധാന്തം പറയുന്നത്. ഇതെങ്ങനെ ബ്ലാക്ക് ഹോൾസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചോദിച്ചാൽ, ഇൻഫർമേഷനെ ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് മാറ്റാനല്ലാതെ ഒരു കാരണവശാലും നമുക്കതിനെ നശിപ്പിക്കാനാകില്ല എന്നാണ് ശാസ്ത്ര നിയമങ്ങൾ പറയുന്നത്. അതേസമയം ബ്ലാക്ക് ഹോളുകൾ കാലങ്ങൾ കഴിയുമ്പോൾ നശിക്കുമെന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ബ്ലാക്ക് ഹോൾസ് നശിക്കുകയാണെങ്കിൽ അവയുടെ ഉള്ളിൽ പോയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് സംഭവിക്കുക? ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമെന്ന രീതിയിൽ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ലിയോണാർഡ് സസ്കൈൻഡും ഡച്ച് ഭൗതിക ശാസ്ത്രജ്ഞനായ ജെറാർഡ് ഹൂഫ്റ്റും ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഹോളോഗ്രാഫിക് യൂണിവേഴ്സ് സിദ്ധാന്തം. അവരുടെ നിഗമന പ്രകാരം ബ്ലാക്ക് ഹോൾസിന്റെ ഉള്ളിലാകുന്ന വസ്തുക്കൾ ഇവന്റ് ഹൊറൈസോണിലെത്തുമ്പോൾ അവയുടെ ഒരു പകർപ്പ് ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസോണിൽ പതിയും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഉള്ളിൽ പോകുന്ന 3 ഡയമെൻഷണൽ വസ്തുക്കളുടെ കൃത്യമായ പകർപ്പ് ഇവന്റ് ഹൊറൈസോണിന്റെ 2 ഡയമെൻഷണലായ ഉപരിതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു ഹോളോഗ്രാം പോലെ. ഇതാണ് ഹോളോഗ്രാഫിക് യൂണിവേഴ്സ് സിദ്ധാന്തം. കേൾക്കുമ്പോൾ കൗതുകത്തിനോടൊപ്പം ചിന്തിക്കുമ്പോൾ പേടി തോന്നിക്കുന്നതുകൂടെയായ ഒരു സിദ്ധാന്തമാണ് സിമുലേഷൻ തിയറി. നമ്മളെല്ലാം ഏതോ അന്യഗ്രഹ ജീവികളുടെ കമ്പ്യൂട്ടറിനുള്ളിലുള്ള വെറും പ്രോഗ്രാമുകളാണെന്നും യഥാർത്ഥത്തിൽ നമ്മൾ നിലനിൽക്കുന്നില്ല എന്നുമാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഇതിന് പണ്ട് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വീഡിയോ ഗെയിംസ് പുരോഗമിക്കുന്ന വേഗത കാണുമ്പോഴാണ് ഈ സിദ്ധാന്തം ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന്, ഇത് 1984 ഹൈഡ്ലൈഡ് എന്നൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. വെറും ഒരു 2D ഗെയിം. എന്നാൽ 2Dയിൽ നിന്നും പതിയെ നമ്മൾ 3Dയിലോട്ട് വന്നു. 1985 ഇറങ്ങിയ മെഴ്സണറിയാണ് ആദ്യത്തെ 3D ഗെയിം ആയിട്ട് പരിഗണിക്കുന്നത്. പക്ഷേ കാണുമ്പോൾ ഇത് വെറും ഒരു ഗെയിം മാത്രമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വെറും 3Dയിൽ നിന്നും പതിയെ നമ്മൾ കൂടുതൽ യാഥാർത്ഥ്യമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഗെയിംസ് നിർമ്മിക്കാൻ തുടങ്ങി. ഒടുവിൽ ഇപ്പോൾ ഫോട്ടോ റിയലിസ്റ്റിക് ആയ, അതായത് വീഡിയോ ഗെയിം തന്നെയാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിലുള്ള ഗെയിംസ് ആണ് ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നത്. ഇതേ രീതിയിൽ പോയാൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ വീഡിയോ ഗെയിംസിലുള്ള കഥാപാത്രങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിലൂടെ കോൺഷ്യസ്നെസ്, അതായത് സ്വബോധം നൽകാനും കഴിയും. ഇപ്പോൾ തന്നെ ChatGPTയും ഡാലിയും പോലെയുള്ള വളരെ വളരെ മികച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്.
അപ്പോൾ കോൺഷ്യസ്നെസ് ഉള്ള വീഡിയോ ഗെയിം കഥാപാത്രങ്ങളെ നിർമ്മിക്കാൻ ഇനിയും അധികകാലം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ കോൺഷ്യസ്നെസ് നൽകിയാലും താനൊരു കമ്പ്യൂട്ടറിനുള്ളിലുള്ള പ്രോഗ്രാം മാത്രമാണെന്ന സത്യം ആ ഗെയിമിലുള്ള കഥാപാത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ചുറ്റുമുള്ള ലോകമെല്ലാം അത്രയേറെ യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കുന്ന ലോകമായിരിക്കും. അങ്ങനെയെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു അന്യഗ്രഹ ജീവി സമൂഹം അല്ലെങ്കിൽ വളരെയേറെ പുരോഗമിച്ച മനുഷ്യ സമൂഹം തന്നെ അവരുടെ പൂർവികരെ കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ നിർമ്മിച്ച ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ അഥവാ ഗെയിമിനുള്ളിലുള്ള വെറും പ്രോഗ്രാമുകൾ മാത്രമായിരിക്കും നമ്മളും നമുക്ക് ചുറ്റുമുള്ളതും ഈ പ്രപഞ്ചത്തിലെ സകലതും. ഇതാണ് സിമുലേഷൻ വേൾഡ് സിദ്ധാന്തം. ഇത് യാഥാർത്ഥ്യമായിരിക്കാൻ തീർച്ചയായും സാധ്യതയുണ്ടെന്ന കാര്യം നമ്മുടെ ഇന്നത്തെ യാഥാർത്ഥ്യത്തിനെ വെല്ലുന്ന തരത്തിലുള്ള വീഡിയോ ഗെയിംസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിയോയെ പോലെ ശരിക്കും നമ്മളും ഒരു സിമുലേഷന്റെ ഉള്ളിലായിരിക്കുമോ? ഇത് വളരെ വിചിത്രമായ ഒരു സിദ്ധാന്തമാണ്. വെറും ഒരു തമാശ എന്ന രീതിയിലാണ് ഈ സിദ്ധാന്തം ആദ്യം ഉന്നയിച്ചത്. എന്നാൽ പിന്നീട് ഇത് വളരെ പ്രബലമായ ഒരു സിദ്ധാന്തമായി മാറി. നമ്മളും നമുക്ക് ചുറ്റുമുള്ളതും ഈ പ്രപഞ്ചം മുഴുവനും അവസാനത്തെ വ്യാഴാഴ്ച നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് ലാസ്റ്റ് ഫസ്റ്റ് ഡേ സിദ്ധാന്തം പറയുന്നത്. വേണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ നമ്മൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നും കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഗാലക്സികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രപഞ്ചത്തിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതുകൊണ്ടാണെന്നും അങ്ങനെ ഒരുപാട് തെളിവുകൾ നിരത്തി ഈ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കാം. പക്ഷേ എന്തു തന്നെ തെളിവുകൾ കാണിച്ചാലും അതൊന്നും തന്നെ വസ്തുനിഷ്ഠമായ തെളിവുകളായിരിക്കില്ല. പകരം അതെല്ലാം ആത്മനിഷ്ഠമായ വ്യാഖ്യാനങ്ങൾ മാത്രമായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ 5 വർഷങ്ങൾക്ക് മുന്നേ പകർത്തിയ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഫോട്ടോയും അത് പകർത്തിയ ക്യാമറയും അതിലുള്ള സകല ഡാറ്റയും യഥാർത്ഥത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായതാണെന്നും അതിലുള്ള ഡാറ്റ മുഴുവൻ 5 വർഷങ്ങൾക്ക് മുൻപ് പകർത്തിയതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും വാദിക്കാം. ഇതുപോലെ എന്തു തന്നെ തെളിവുകൾ മുന്നോട്ട് വെച്ചാലും അതിനെ നിങ്ങളുടെ സ്വന്തം ഓർമ്മകളാണെങ്കിൽ പോലും അതെല്ലാം തന്നെ കാലപ്പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയാം. ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും അതിശയകരമായ കാര്യം എന്താണെന്നാൽ, ചിന്തിക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകാൻ തീർച്ചയായും സാധ്യതയുള്ള ഒരു സിദ്ധാന്തമാണ്. സിമുലേഷൻ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടും മൾട്ടിവേഴ്സ് സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടും ഈ സിദ്ധാന്തത്തിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, എത്ര തന്നെ ശ്രമിച്ചാലും ഏത് രീതിയിൽ ചിന്തിച്ചാലും ഈ സിദ്ധാന്തം തെറ്റാണെന്ന് ആർക്കും തന്നെ ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. കാരണം ഈ സിദ്ധാന്തത്തിനെതിരെ നിങ്ങൾ എന്ത് തന്നെ തെളിവുകൾ നിരത്തിയാലും ആ തെളിവുകൾ സകലവും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയാം. ഒട്ടും തന്നെ ശാസ്ത്രീയമായി ചിന്തിക്കാതെ യാതൊരു തെളിവുകളും കാരണങ്ങൾ പോലുമില്ലാതെ വെറും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ലോകവും പ്രപഞ്ചവുമൊക്കെ നിർമ്മിക്കപ്പെട്ടതെന്ന് വാദിക്കുന്നവരെ കളിയാക്കുക എന്ന രീതിയിലാണ് ഈ സിദ്ധാന്തം ശരിക്കും രൂപപ്പെടുത്തിയത്. എന്നാൽ ഇന്നിത് വളരെ പ്രബലമായ ഒരു സിദ്ധാന്തമായിട്ട് മാറുകയും ചെയ്തു. ഇതിലേത് സിദ്ധാന്തമാണ് ഏറ്റവും വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.